പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത് തരികയാണ്. നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി, ഈ രണ്ട് ആനുകൂല്യങ്ങളും നമുക്ക് മുടങ്ങാതെ തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെയും രാജ്യത്തെ ഒക്കെ ആളുകളുടെ കൈകളിലേക്ക്, ക്ഷേമ പെൻഷൻ കേരളത്തിൽ മാത്രമാണെങ്കിലും പല സ്റ്റേറ്റുകളിലും അതാത് സ്റ്റേറ്റിൻ്റെ അവസ്ഥ വെച്ചുള്ള പെൻഷൻ തുക വിതരണം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ 2000 രൂപ എന്ന് പറയുന്നത് ഒരു ഉയർന്ന തുകയാണ്. കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ കൂടി ലഭിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത മാസം മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പും ഈ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണ അറിയിപ്പുമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം തന്നെ പറയാം. കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബൃഹത് പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരമുള്ള ഏറ്റവും പുതിയ ഗഡു തുക ഉടനെ തന്നെ ഈ മാസം തന്നെ തുകയുടെ വിതരണം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. കാരണം ഈ ഒരു തുക നാളെ ഇതുവരെയായിട്ട് മുടങ്ങിയിട്ടില്ല. കറക്റ്റായിട്ട് 2000 രൂപ 4 മാസം കൂടുമ്പോൾ ഓരോ കർഷകൻ്റെയും കൈകളിലേക്ക് എത്തുകയാണ്. ഇനി അങ്ങോട്ട് തുക വാങ്ങുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അർഹതാ മാനദണ്ഡങ്ങൾ കറക്റ്റായിട്ട് പരിശോധിച്ച് അതിനനുസരിച്ച് രീതിയിലായിരിക്കും തുക ലഭിക്കുന്നത്. KYC ഒക്കെ ചെയ്യാനുള്ള ആളുകൾ മുൻപ് ചെയ്തവരാണെങ്കിൽ പോലും KYC ഒക്കെ വീണ്ടും ചെയ്യേണ്ടതാണ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം തടസ്സപ്പെട്ടു പോകും, ലഭിക്കത്തില്ലാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവും. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടാതെ തന്നെ ആധാറിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി കറക്റ്റ് രീതിയിൽ ചെയ്യുക. KYC ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്ഷേമ പെൻഷനാണ്. ക്ഷേമ പെൻഷൻ്റെ വിതരണം നമുക്കറിയാം. ഈ മാസത്തെ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ എല്ലാവരും ഇപ്പോൾ ഏത് ദിവസം എത്തുമെന്നുള്ള രീതിയിൽ പലരും ചോദിക്കുന്നുണ്ട്. 22 അല്ലെങ്കിൽ 23 തീയതികളിലായിട്ടായിരിക്കും ഈ മാസത്തെ ക്ഷേമ പെൻഷൻ തുക നമ്മളുടെ കൈകളിൽ എത്തുക എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ഷേമ പെൻഷൻ തുക വാങ്ങുന്ന അനർഹരായിട്ടുള്ള ആളുകളെ പിടിക്കാൻ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും. കൂടാതെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് കൂടി വരുന്നുണ്ട്. മുൻപ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന AC ഉള്ള വീടുകളൊക്കെ ഉള്ള ആളുകൾക്ക് പെൻഷൻ തുക തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ പറയുന്നത്, ഇപ്പോൾ ഒരു രോഗിയായിട്ടുള്ള ഒരു ആൾ കിടക്കുന്ന റൂമിൽ ഒരു AC വെച്ചു എന്ന് പറഞ്ഞ് യാതൊരു കാരണവശാലും പെൻഷൻ തുക മുടങ്ങില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. കൂടാതെ പെൻഷൻ വാങ്ങുന്ന അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ, വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുന്ന ഒരു നടപടി അത് കൂടുതൽ ശക്തമാക്കി അതിൻ്റെ നടപടിക്രമങ്ങൾ കൂടുതൽ ശക്തമാക്കും എന്നുള്ളതാണ്. കൂടാതെ വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് ഒക്കെ വരാൻ പോവുകയാണ്. സാധാരണ ഡിസംബർ മാസത്തോടു കൂടിയൊക്കെയാണ് വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് വരുന്ന സമയത്ത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കർശനമായിട്ടുള്ള പുറത്താക്കൽ നടപടികൾ നമ്മളുടെ വീടുകളിൽ ഒന്നിൽ കൂടുതലൊക്കെ പെൻഷൻ വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ അവരെയൊക്കെ പുറത്താക്കുന്ന നടപടികളും നമ്മുടെ അർഹതാ മാനദണ്ഡങ്ങളൊക്കെ കറക്റ്റായിട്ട് പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തുകയാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന കേരളത്തിലെ എല്ലാ ആളുകൾക്കും വളരെ പ്രധാനപ്പെട്ട 3 അറിയിപ്പുകളാണിത്. അപ്പോൾ 2 കാര്യങ്ങൾ, കിസാൻ സമ്മാൻ നിധിയുടെയും ക്ഷേമ പെൻഷൻ്റെയും 2ഓളം കാര്യങ്ങളാണ് അറിയിപ്പിൽ തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.